ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് അത്യാവശ്യം നല്ല പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പനി മാത്രമല്ല, സൗണ്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഞങ്ങൾ അബുദാബിക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇത്. ഈദിൻ്റെ ഹോളിഡേയ്സിൽ അങ്ങനെ ആദിക്കുട്ടൻ്റെ ജാനകി ചേച്ചിയുടെയും ദേവൂട്ടിയുടെയും ഒക്കെ വീട്ടിലോട്ട് പോവാണ്. ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് കണ്ണൻചേട്ടൻ്റെ കസിൻ്റെ വീട്ടിൽ കേട്ടോ. നമ്മൾ ഒരു ദിവസം വൈകിട്ട് 5:30, 6 മണിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ചൂടുണ്ട് പുറത്ത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആദ്യം ഇങ്ങനെ നമ്മൾ മല ഇറങ്ങുമ്പം ഈ പ്രഷർ വേരിയേഷൻ കാരണം നമ്മുടെ ചെവി അടയ്ക്കുമല്ലോ, അങ്ങനെ ആദ്യത്തെ ചെവിയൊക്കെ അടച്ചു. നോർമലി ആദ്യം ഈ സമയത്തൊക്കെ ഉറങ്ങും കേട്ടോ, ഈ ഒരു സ്ഥലമൊക്കെ ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് അങ്ങനെ അറിയത്തില്ല അവന്. പക്ഷേ ഈ പ്രാവശ്യം അവന് ശരിക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ദുബായിൽ ഏതോ ഒരു അട്നോക്കിൻ്റെ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു. അവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വണ്ടി ഓഫ് ആക്കിയിട്ട് ചേട്ടൻ കയറി പോയല്ലോ. അപ്പോഴത്തേക്ക് ആദ്യം വണ്ടി ഓഫായപ്പോൾ ആദ്യം ഷോപ്പിങ്ങിന് പോവാന്നോ? നമ്മൾ അബുദാബി പോവല്ലേ? ജാനകി ചേച്ചി ഹൗസിൽ പോവാ. ജാനകി ചേച്ചിയുടെ കൂടെ വേറൊരു ആവയുണ്ടല്ലോ, ദേവൂട്ടി ദേവുക്കുട്ടി. അവരോട് കളിക്കണം കേട്ടോ, രണ്ടുപേരും കൂടെ കളിക്കണേ. അങ്ങനെ ഞാനും ആദ്യം കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ 2 ലാറ്റയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. വന്നപ്പോഴാണ് ആദ്യക്കുട്ടിന് ഉണർന്നിരിക്കുന്നത് കണ്ടത്. പിന്നെ ആദ്യക്കുട്ടിന് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി രണ്ടാമത് പുള്ളി കടയിലേക്ക് കയറിപ്പോയി. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വീണ്ടും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പിന്നെ ഉറങ്ങിയില്ല കേട്ടോ, കാരണം ഞങ്ങൾ അന്ന് രാവിലെ താമസിച്ചാണ് എണീറ്റത്. പിന്നെ ആദ്യം ചെറിയൊരു മയക്കവും എടുത്തില്ല. പിന്നെ അത് നല്ല ഫ്രഷ് ആയിരുന്നു. സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളൊരു പ്ലെയിൻ സ്പോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു 3 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ അബുദാബിയിലെത്തി. അപ്പോഴത്തേക്കൊരു 7:30, 8 മണിയൊക്കെ 7:30 എങ്ങാണ്ടായി ആയെന്ന് തോന്നുന്നു കേട്ടോ. സമയം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു 3 മണിക്കൂർ എടുത്തു. ഇങ്ങനെ ഇരുട്ടായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ അവരുടെ ഫ്ലാറ്റിലെത്തി. നല്ല നല്ല ദിവസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ദിവസമായിരുന്നു. ആദ്യക്കൊണ്ടാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ ആദ്യക്കൊണ്ടിന് അത്ര എൻജോയ് ചെയ്യത്തില്ല. കാരണം അവൻ്റേതായിട്ടൊരു ഇവിടെ എങ്ങനെയാണോ അവൻ്റേതായിട്ടൊരു ലോകം തീർത്ത് അതുപോലെ തന്നെയാണ് അവൻ അവിടെയൊക്കെ ചെല്ലുമ്പോഴും. കാരണം അവൻ ആ കൂട്ടത്തിൽ കളിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ പ്രായക്കാരെ കിട്ടുമ്പോൾ എങ്ങനെയാണോ സന്തോഷം, അതാണ് ശരിക്കും നമുക്കന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെ അവരാണെങ്കിൽ നമ്മുടെ ജാനകി ചേച്ചിയും ദേവൂട്ടിയും ഒക്കെ ആണെങ്കിൽ ഒരു ആംബുലൻസ് ഒക്കെ ആദ്യം ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്ക് ആദ്യം ഭയങ്കര സന്തോഷമായി കേട്ടോ. വണ്ടിപ്രാന്തനായതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നിന്നപ്പോഴാണ് അപ്പം അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ഡിന്നർ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അവർ ഈ നേരത്തെ കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങുന്ന ടീമാട്ടോ, നമുക്ക് എന്താണെന്നും പറ്റത്തില്ല. പിന്നെ അവള് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പറയും ലക്ഷ്മി വീഡിയോ ഒന്നും എടുക്കില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതേ കുട്ടികൾ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആണെന്ന്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും ആദ്യം എൻജോയ് ചെയ്തു. കാരണം ആദ്യം ഇങ്ങനെ ഒരു ഗ്യാങ് കിട്ടാറില്ല, വല്ലപ്പോഴും അങ്ങാണെ ഇങ്ങനെ കിട്ടാറുള്ളൂ. ഇപ്പം ഇച്ചിരി അറിയുന്ന പ്രായവും കൂടെ ആയതുകൊണ്ട് അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നു. ശരിക്കും വഴക്ക് കിട്ടില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു വഴക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും. അങ്ങനെ ഡിന്നറൊക്കെ ആയി. ചപ്പാത്തി ഉണ്ട്, സാലഡ് ഉണ്ട്, പുട്ടുണ്ട്, മുട്ടക്കറിയുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചപ്പാത്തിയൊക്കെ തട്ടി രാത്രിയിൽ. അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ കഴിച്ചു. ആദ്യക്ക് ഒരു ചപ്പാത്തിയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അപ്പം എൻ്റെ അടുത്ത് എന്തൊക്കെയോ വന്ന് കഥ പറയാനാണ് ദേവൂട്ടി കേട്ടോ. അങ്ങനെ ആദ്യം ആംബുലൻസിൻ്റെ മെക്കാനിസം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടി ഓടിക്കുന്നു, ലിഫ്റ്റ് കൊടുക്കുന്നു, ലിഫ്റ്റ് കയറുന്നു, ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങിയത് വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോഴാണ്. കാരണം 4 മണിക്ക് ബാങ്ക് വിളിക്കുന്ന ആ സമയത്താണ് ഞങ്ങൾ കട്ടിലേക്ക് കയറി കേട്ടോ. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഉറങ്ങിയത് ആ സമയത്താണ്. കുട്ടികൾ ഇവർ രണ്ടുപേരും, ചെറുതുങ്ങൾ രണ്ടുപേരും. ജാനകി മൂത്ത ആൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവള് ഫ്ലാറ്റായി കിടന്നു ഉറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ചായ കുടിക്കാൻ പുറത്ത് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പതുക്കെ ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ പുറത്തോട്ടൊന്ന് ഇറങ്ങി. ആ കാഴ്ചകളൊക്കെ ആട്ടോ ഇനി ഈ കാണുന്നത്.
ഇവര് പൊതുവെ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങുന്നവരാ. പിന്നെ പിറ്റേ ദിവസം അവധിയൊക്കെ ആകുമ്പോൾ ഇവിടെ UAE എല്ലാവരും രാത്രിയാകുമ്പം കറങ്ങാനൊക്കെ ഇറങ്ങും കേട്ടോ. പിന്നെ ചേട്ടന് പിറ്റേ ദിവസം അവധിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. രാത്രി കറങ്ങാൻ പോകണമെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ കറങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളി നാളെ വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇന്ന് കറങ്ങാനൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ അബുദാബി സിറ്റിയിൽ വന്നിട്ട് ജസ്റ്റ് ചായ കുടിക്കാം, വേറെ ഒന്നും സ്നാക്സ്, നമ്മൾ വയറൊക്കെ ഫുള്ളാണ്, ചപ്പാത്തിയൊക്കെ കഴിച്ച് വയർ ഫുള്ളാണ്. അപ്പം ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിള്ളേർ തകർക്കും കേട്ടോ, രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ പിള്ളേർക്ക് 3 പേർക്കും ജ്യൂസും ഒക്കെ വാങ്ങിച്ച് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വീട്ടിലെത്തി. ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ വെളുപ്പിന് 4 മണിക്ക് ഉറങ്ങിയോണ്ട് തന്നെ കുറച്ച് എണീക്കാൻ ലേറ്റായി. പക്ഷേ ഇക്കും അനുചേട്ടനും നേരത്തെ എണീറ്റു കേട്ടോ. കാരണം അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു. ഞാനും കണ്ണുചേട്ടൻ താമസിച്ചാണ് എണീറ്റത്, കുട്ടികളും താമസിച്ചാണ് എണീറ്റത്. അങ്ങനെ രാവിലെ നല്ല അടിപൊളി ഇഡ്ഡലിയും ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു. പതിവ് പോലെ ഞാൻ ഫുഡ് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ ബാക്കി വന്ന ഇഡ്ഡലിയും ദോശയൊക്കെയാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ പിന്നെ ആദ്യക്കൊണ്ട് ഇടയ്ക്കൊന്ന് പിണങ്ങിയൊക്കെ കിടന്നു. ഞാൻ എന്തോ ഇളയ ദേവൂട്ടിയോട് എന്തോ സ്നേഹം കാണിച്ചപ്പോൾ ആദ്യം ഒന്ന് പിണങ്ങിയതാണ്. ഇടയ്ക്ക് പുള്ളിക്ക് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു കേട്ടോ. എങ്കിലും എന്തോ പെട്ടെന്നൊന്നും പുള്ളിക്ക് ഒരു വിഷമം വന്നതാണ്. പിന്നെ അങ്ങ് സോൾവ് ആയി. അങ്ങനെ ലഞ്ച് റെഡിയായി. നമ്മൾ 2 മണിയൊക്കെ ആയപ്പോൾ നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡ് കഴിച്ചു. അവിയല്, പുളിശ്ശേരി, നെയ്മീൻ കറി, മത്തി വറുത്തത്, ചോറ്, പിന്നെ സാമ്പാർ, പപ്പടം ഒക്കെ ആയിട്ട് എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാം. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ചോറേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെയും കഴിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം കൺട്രോൾ ചെയ്തതാണ്. കാരണം ചോറ് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. ചോറ് ഇഡ്ഡലിയൊക്കെ എൻ്റെ ഫേവററ്റ് ആണ്. അത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും മനഃപൂർവ്വം കൺട്രോൾ ചെയ്താലേ എനിക്ക് നിർത്താൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. കാരണം കുറച്ചൊക്കെ ഡയറ്റൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട്, കുറച്ച് പൂർണ്ണമായിട്ട് ഡയറ്റ് എന്ന് ഞാൻ പറയത്തില്ല, കുറച്ചൊക്കെ ഒന്ന് ഫുഡിൽ ശ്രദ്ധ വരുത്തുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തിയതാണ്. പിന്നെ അതുപോലെ ഇപ്പം തന്നെ അടുത്ത ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ പോകണം. അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടു, ഇതൊക്കെ ഓവറായിട്ട് നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചോറ് കുറച്ച് കഴിച്ച് നിർത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ചായയും സ്നാക്സും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റ്, പക്ഷെ നല്ല സർവീസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല ചായയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാപ്പമൊക്കെ കഴിച്ചു. ആദ്യക്കുട്ടനും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പാപ്പം കഴിച്ചു എന്ന് പറയാൻ കാരണം ആദ്യം എൻ്റെ മടി വന്നിരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതാരാ ഇത്? ജാനകി ചേച്ചി. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ആദ്യം കഴിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ഒരു ചായയും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ആണ്ടിനും സംക്രാന്തിക്കൊക്കെ ചായ കുടിക്കുന്നതുകൊണ്ട് ആ സമയത്തൊക്കെ ഒരു ചായയും കൂടെ കൂടുതൽ കുടിക്കും കേട്ടോ. പിന്നെ ചേട്ടൻ അങ്ങനെ കുടിക്കും, കാരണം ചേട്ടൻ ഓൾറെഡി ബോഡി നല്ല ടോൺഡാണ്, നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയതുകൊണ്ട് പുള്ളിക്ക് ഇപ്പോൾ ഒരു നേരം ഒരു ചായയൊക്കെ എക്സ്ട്രാ കുടിച്ച് നമ്മുടെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. നമ്മൾ പിന്നെ കുറച്ച് ഡ്രൈവൊക്കെ ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. എനിക്ക് പേര് പറയാൻ കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാനിവിടെ കാണിക്കാം, പ്ലേസിന്റെ പേര് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാം. നമ്മുടെ ദുബായ് ലാമർ പോലെയൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ഏരിയയൊക്കെയാണ്, പക്ഷേ നമുക്ക് ചൂടുണ്ട് കേട്ടോ. ഈ ഒരു രാത്രി സമയത്ത് പോയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമുക്ക് ഇതാണ് ഡ്രൈവ് ഉണ്ടല്ലോ ഈ ഷാർജയ്ക്ക് ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സ്ഥലപ്പേര് കേട്ടോ. അപ്പം ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വൈകിട്ട് വെടിക്കെട്ടും ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടോ. ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടു. നമ്മളതൊന്നും നിന്നില്ല, നമുക്ക് ഇനി വരേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ നിന്നില്ല, നമ്മളിങ്ങ് പോന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് ജാനകി ചേച്ചിയോടും ദേവൂട്ടോടും ടാറ്റയൊക്കെ പറഞ്ഞു അല്ലേ. അങ്ങനെ പറഞ്ഞു. ആദ്യക്കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾ തിരിച്ച് കോർഫക്കാനിലോട്ട് വന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു രാത്രിയൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ആദ്യക്കൂട്ടിനെ ഞങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ ബൈ.